ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി എത്തിയ PC വിഷ്ണുനാഥ് നടത്തിയ തകർപ്പൻ പ്രസംഗമാണിപ്പോൾ ട്രെൻഡിംഗ് ആകുന്നത്. പിണറായിയെയും വീണ ജോർജിനെയും വലിച്ചുകീറി ഒട്ടിക്കുകയാണ് PC വിഷ്ണുനാഥ്. എന്ത് പ്രഹസനമാണ് സജി എന്ന ചോദ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഹൈലൈറ്റ് പ്രസംഗത്തിലുണ്ടായിരുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. ഈ സമരം ജീവിത സമരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തില് നിങ്ങൾ തോക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ തോൽക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ തോൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ സമരത്തിലും നമുക്ക് തോൽക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ തോറ്റാൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തോൽക്കാൻ നഷ്ടപ്പെടാന് ഒരുപാടൊന്നുമില്ല. ഈ തുച്ഛമായ 7,000 രൂപയാണ്. ഇതിന്റെ പേരിലാണ് ഈ ഭീഷണി മുഴുവൻ. ഇവിടെ സമരത്തിലേക്ക് വരുന്ന ആളുകളുടെ വാഹനം തടഞ്ഞു നിർത്തുക, അവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചിറക്കിക്കൊണ്ടുപോവുക, സംഘബലം കാട്ടുക, മുഷ്ടിബലം കാട്ടുക, ഇതെല്ലാം ഈ 7,000 രൂപയുടെ മേലിലാണ്. അല്ലാതെ ഒരുപാടൊന്നും തന്നിട്ടല്ല. അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടാന് ഒരുപാടൊന്നുമില്ല, നേടിയെടുക്കാനാണെങ്കിൽ ഒരുപാട് ഉണ്ടാൻ. എന്റെ കയ്യില് മിനി തന്ന ഒരു ഉത്തരവ് പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിരമിക്കുന്നവർക്ക് നൽകുന്ന 5 ലക്ഷം രൂപ ആനുകൂല്യത്തിന്റെ സർക്കാർ ഉത്തരവിന്റെ പകർപ്പാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം അവിടുത്തെ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരവിന്റെ പകർപ്പ് വെച്ചുകൊണ്ടാണ് സർക്കാരിനോട് സംസാരിക്കുന്നത്. അപ്പൊ പറയുകയാണ്, ഞങ്ങള് എല്ലാത്തിലും മുന്നിലാണ്, നമ്പർ 1 ആണ്. ഞാൻ ശ്രീ ജോസഫ് സി മാത്യു ഒക്കെ ഇരിക്കുന്ന സമയതെന്ന് പറയാണ്. നിങ്ങൾ ഈ രോഗികളുടെ കാര്യം ശ്രദ്ധിക്കുന്ന ആളുകളാണ് അല്ലെ? സർക്കാരിന് ഒരു വലിയ രോഗം ബാധിച്ചിരിക്കുകയാണ്. ആ രോഗത്തിന്റെ പേര് നമ്പർ 1 രോഗം എന്നാണ്. ഈ നമ്പർ 1 രോഗത്തിന്റെ ഒരു പ്രശ്നം, ഇവർ ലോകത്തെ അല്ലെങ്കിൽ ഇവരുടെ ആളുകളെ അല്ലെ സമൂഹത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ എല്ലാം ഭദ്രമാണ്, ഇവിടെ എല്ലാത്തിലും ഒന്നാമതാണ്. അപ്പോഴാണ് രാവിലെ സെക്രട്ടേറിയറ്റിലേക്ക് 65-70 കാറിന്റെ അകമ്പടിയോടുകൂടി വരുമ്പോ കുറെ ആളുകൾ ഇതിന്റെ മുമ്പിലിരിക്കുന്നു. അത് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. കാരണം ഇവിടെ എല്ലാം ഭദ്രമല്ലേ, ഇവിടെ നമ്പർ 1 അല്ലേ? ഈ നമ്പർ 1 ആയ കേരളത്തിൽ ആശാ വർക്കർമാർ സമരം ചെയ്യാൻ പാടുണ്ടോ? അതാ പ്രശ്നം. നമ്പർ 1 രോഗം പിടിപെട്ടാലുള്ള പ്രശ്നമാണിത്. ഇന്നലെ ഇവിടെ സമരം ചെയ്യാൻ വന്നത് നിങ്ങൾ കണ്ടുവന്നു പത്രത്തില്, ഭിന്നശേഷിക്കാരാണ്. ഞാൻ നിയമസഭയിൽ ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം 3 തവണയെങ്കിലും കുറഞ്ഞത് അവതരിപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഈ സമരം തുടങ്ങിയ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്നത്. അതോടൊപ്പം തന്നെ ഞാൻ അന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ കിടപ്പ് രോഗികളെ കൂടി നിന്ന് ചികിത്സിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷനുണ്ട്. അതിന്റെ പേര് ആശ്വാസ കിരണമെന്നാണ്. 700 രൂപയാണ്, 7,000 അല്ല, 700 രൂപ. അത് കിട്ടാണ്ടായി 1.5 കൊല്ലമായി. പറയാൻ പാടില്ല. എന്താ കാര്യം? കേരളം നമ്പർ 1 ആണ്. കേരളം നമ്പർ 1 ആണ്. ഇനി അടുത്തത് നിങ്ങൾ കേട്ടോ, ഈ ആശ്വാസ കിരണത്തിന് 2018 മുതൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. 2018 ശേഷം ഈ കിടപ്പ് രോഗികളെ കൂടെ ഇരുന്ന് പരിപാലിക്കുന്നവർക്ക് കൊടുക്കുന്ന 700 രൂപയുടെ അപേക്ഷ വാങ്ങണ്ട എന്നാണ് സാമൂഹ്യ നീതി വകുപ്പിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഈ കിടപ്പ് രോഗിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, പരിചരിക്കുന്ന ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ 700 രൂപ പോലും, അതിന്റെ അപേക്ഷ പോലും വാങ്ങണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് 2018 മുതൽ. അംഗനവാടിക്കാരുടെ പെൻഷൻ 4 മാസമായിട്ട് കൊടുക്കുന്നില്ല. തുച്ഛമായ പെൻഷനാണ് അവർക്ക്. 4 മാസമായിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല. അവർക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ യാതൊരു പെൻഷൻ ആനുകൂല്യവും പിരിഞ്ഞു പോകുമ്പോ ഇല്ല. ആശാ വർക്കർമാരെ പോലെ തന്നെയാണ് 18 മണിക്കൂറും 20 മണിക്കൂറും ജോലി ചെയ്യുന്ന ആളുകളാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, മറ്റുള്ളവർ സംസാരിക്കണമെന്നുള്ളതുകൊണ്ട്. കോവിഡ് കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു. എവിടെ നിന്നെല്ലാമായിരുന്നു അവാർഡ്. ഏതെല്ലാം രോഗത്തിന്റെ ഭാഗത്ത് അവാർഡ് കിട്ടി. ആ അവാർഡെല്ലാം കിട്ടുന്നതിന് ഏറെ അവാർഡും വ്യാജമായിരുന്നു. കിട്ടിയ അവാർഡുകളിൽ പലതിനും നിങ്ങളുടെ കഷ്ടപ്പാടുകളായിരുന്നു. ആ കഷ്ടപ്പാടുകളെ ആണ് അവഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മിനിമം കൂലി 700 രൂപ. ആ 700 രൂപ ദിവസം വെച്ച്
24,000 രൂപ ശമ്പളം നൽകണമെന്ന ഏറ്റവും ന്യായമായ ആവശ്യമാണ് ഒരു തൊഴിലാളി പക്ഷ സർക്കാരാണെന്ന് അവകാശപ്പെടുന്നവർക്ക് മിനിമം കൂലി ചോദിക്കുന്ന സമരം ഇവിടെ ജോസഫ് സി മാത്യു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യ സമരമാണ്, ആട്ടിത്തെളിച്ച് കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ പാടില്ല. ഈ യൂണിയന്റെ പ്രസിഡന്റ് പുരുഷനാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ എത്രയോ യൂണിയന്റെ പ്രസിഡന്റാണ്, ട്രേഡ് യൂണിയന്റെ. ഞാന് പിന്നെ ഈ റബ്ബർ ഉണ്ടാക്കുന്ന ടയർ ഉണ്ടാക്കുന്ന കമ്പനിയിലെ തൊഴിലാളികളുടെ യൂണിയന്റെ പ്രസിഡന്റാണ്. ഞാൻ അവിടെ പോയി ടയർ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഈ ട്രാവൻകൂർ ടൈറ്റാനിയത്തിലെ യൂണിയന്റെ പ്രസിഡന്റ്, അയാൾ ജോലി ചെയ്യുന്നുണ്ടോ? അപ്പോ ട്രേഡ് യൂണിയൻ ഏത് മേഖലയിലാണെങ്കിലും ട്രേഡ് യൂണിയൻ നേതൃത്വത്തിലുള്ളവർ അവരെ അതിന് പരിഹസിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസവും ഇവിടെ എളമരം കഴിയുമ്പോൾ പ്രസംഗിക്കുന്ന ടി വി കൂടെ കണ്ടു. ആശക്കാരുടെ തന്നെയാണ്. അത് ഇവിടെ നിന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ആരെന്നറിയോ? പിണറായി വിജയനല്ല, വീണ ജോർജിനെയല്ല, JPHNന്റെ കാര്യവട്ടം. JPHN എന്നാണ് ഇതിനെല്ലാം ഉത്തരവാദി. എന്ത് പ്രഹസനാണ് സജി, എന്ത് പ്രഹസനാണ് സജി.